നമസ്കാരം. സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനാണിപ്പോൾ. സെൻട്രൽ സ്റ്റേറ്റ് സ്കീമുകൾ PSCയുടെ പ്രീവിയസ് ആയിട്ട് 2024-25 വർഷങ്ങളിൽ ചോദിച്ച സെൻട്രൽ സ്റ്റേറ്റ് സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം. ബഡ്സ് എന്ന് പറയുന്നത് ദരിദ്ര കുടുംബങ്ങളിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള സൗജന്യവും സ്പെഷ്യൽ ഓപ്പൺ സ്കൂളുകളാണ് ബഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ, ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് അവെയർനെസ്. എൽസ പദ്ധതി കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട് പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിത അഭയം ഉറപ്പാക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ അഭയം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. 6ാമത്തെ ചോദ്യം നോക്കാം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് വിപ്സ് പദ്ധതി, വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ. വിപ്സ് പദ്ധതി ഓർത്തിരിക്കുക. സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന പദ്ധതി. വാത്സല്യനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് ആ ഒരു പോയിന്റുകൾ നോക്കാം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി. അടുത്ത പോയിന്റ്, പട്ടികജാതി വകുപ്പും LICയും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പ്രീവിയസ് ചോദ്യം ഇങ്ങനെയാണ്: മുസ്രീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഉത്തരമായിട്ട് അതിനകത്ത് കൊടുത്തിരുന്നത് ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവനം. ഓർത്തിരിക്കുക, മുസ്രീസ് പൈതൃക പദ്ധതി എന്നത് മതിലകം, വടക്കൻ പറവൂർ, ചേന്നമംഗലം, അറബിക്കടൽ ഇവയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ടുള്ള മുസ്രീസ് എന്ന തുറമുഖ നഗരത്തിൻ്റെ ചരിത്ര സമ്പത്ത് വീണ്ടെടുക്കുന്ന പദ്ധതിയാണിത്. കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പും ധനകാര്യ വകുപ്പും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസ്രീസ് പൈതൃക സംരക്ഷണ പദ്ധതി എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. ഓർത്തിരിക്കുക, മാതൃയാനം പദ്ധതി. 10ാമത്തെ ചോദ്യം നോക്കാം. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന പദ്ധതി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആശാ യോജന പദ്ധതി. അടുത്ത 10 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്